റിഗ് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് പിള്ളേർ പോയി ഇങ്ങനെയുള്ള കോഴ്സിന് പോയി ചേരുന്നത്. റിഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. മലയാളികൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ അറിയാവുന്നത് കൊണ്ടും കണ്ടമാനം ഗൾഫിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ടും റിഗ് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് പിള്ളേർ പോയി ഇങ്ങനെയുള്ള കോഴ്സിന് പോയി ചേരുന്നത്. പക്ഷെ അവിടെ ഡ്രില്ലിംഗ് റിഗ് എന്ന് പറയുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 2013 ഞങ്ങൾ ആരംഭിച്ച് 2015 അവിടെ പ്രാക്ടിക്കൽ സെന്റർ ആരംഭിച്ചിട്ട് 2015 സത്യമംഗലം തമിഴ്നാട്ടിൽ ഞങ്ങളുടെ റിക്ടെക്കിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 5 ഏക്കർ സ്ഥലത്ത് ഡ്രില്ലിംഗ് റിഗും 2 വെല്ലും വെച്ച് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. ONGC കഴിഞ്ഞ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഓയിൽ ആൻഡ് ഗ്യാസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഈ എക്യുപ്മെന്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഒരാഴ്ചയെങ്കിലും പോയി കാണണോ? തീർച്ചയായിട്ടും കാണണം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ ഇപ്പൊ അത് ചിരിക്കുന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മുടെ മലയാളികൾ തന്നെയാണ്, നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. ഒന്നും അറിയാണ്ട് പോയിട്ട് എന്തിലെങ്കിലും പോയി ചാടുക. ഈ 3 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. 3 റിഗുമായി ബന്ധപ്പെട്ട മേഖലയാണ്. എനിക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ സാലറി കിട്ടുക? അവിടെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സാലറി കിട്ടുന്നത് എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ഹൈ സാലറി പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കൊരു സാലറി ഓയിൽ ഫീൽഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഓയിൽ ഫീൽഡിലാണെങ്കിൽ അത് അപ്സ്ട്രീം